പക്ഷെ പുലരുവോളം കക്കരുത്, കട്ടാ പിടിക്കും. ഇന്നയൊക്കെ പിടിക്കാൻ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിന് ചുമതലയാണ്. കർഷകം വന്ന് 10 മാസം കഴിഞ്ഞോട്ടെ. ഐക്യ ജനാധിപത്യത്തിന്റെ അധികാരത്തിൽ വന്നാൽ മുസാഫറിനെയും സുരേഷിനെയും അതുപോലെ വരുൺ ഭാസ്കറിനെയും ഒക്കെ ഞങ്ങൾക്കറിയാം. അങ്ങ് കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളങ്ങ് നിങ്ങളെയൊക്കെ കട്ടകണക്ക് പുറത്തു കൊണ്ടുവരുവാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 5 ദിവസം ഞങ്ങൾ ജാഥ നടത്താൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, സാമ്പിൾ വെടിക്കെട്ട് പോലെ ഒരു മഴയെ പെയ്തുള്ളൂ. ഒരു മഴ പെയ്തപ്പോ കോഴിക്കോട് പാളയം മാത്രമല്ല, കോഴിക്കോട് കോർപ്പറേഷനിലെ എല്ലാ സ്ഥലവും വേഗേരിയും കണ്ണഞ്ചേരിയും പയ്യാനക്കലും നമ്മുടെ മുസാഫറിന്റെ വാർഡാണ്. അവിടെ അടക്കം ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല, ചളിയാണ്. 50 കൊല്ലം നിങ്ങൾ ഭരിച്ചല്ലോ. 50 കൊല്ലം ഭരിച്ചിട്ട് ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് മഴ വന്നാൽ നടന്നു പോകാനുള്ള ഒരു റോഡ് പോലും ഇടവഴി പോലും ഫുട്പാത്ത് പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ആളുകളാണ് പറയുന്നത് ഞങ്ങളെല്ലാം ചെയ്തുവെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കണം, കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 1200 ഞങ്ങളുടെ കണക്കല്ല, സർക്കാരിന്റെ കണക്ക. ആ സർക്കാരിന്റെ കണക്കിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും സ്വന്തം ഫണ്ടും ഉപയോഗിച്ച് പദ്ധതി വീതം നടത്തിയതിനെ കുറിച്ച് 2023-24 വർഷത്തെ കുറിച്ച് കേരളത്തിലെ നിയമസഭയിൽ കണക്ക് അവതരിപ്പിച്ചു. ആ കണക്കിൽ നമ്മുടെ സ്ഥാനം എത്രയെന്നറിയോ? 1200-ൽ 1198. നിങ്ങൾ ആലോചിക്കുന്ന ബാക്കിൽ 2 ഉള്ളൂ. ബാക്കി 1197 നമ്മുടെ കോർപ്പറേഷൻക്കാരും മുകളിലാണ്. ഭരിക്കാൻ അറിയില്ലെങ്കിൽ, കക്കാൻ മാത്രം അറിയാണെങ്കിൽ വേറെ എന്തെങ്കിലും കച്ചവടം തുടങ്ങി നിങ്ങൾക്ക് കാട്ടിനുള്ളിൽ പോയി